ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 337. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7 അനുവാക മാർക്ക് സൂക്തം 61 62 തന്നെയാണ്. 61 62 ഇതിലെ ദേവത അഗ്നിയെപ്പറ്റി തന്നെയുള്ള കാര്യമാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം എന്ന നിലയിൽ കാണുന്നു. യഥാർത്ഥത്തിൽ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും ഊർജം അല്ലെങ്കിൽ അഗ്നി എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഊർജമായിട്ട് എടുക്കണം. ഊർജമില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. ഇതാണ് അഥർവവേദത്തിൽ പറയുന്നത്. അഥർവവേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്, ആപ്ലിക്കേഷനാണ്. അപ്പോൾ അഗ്നി ഉപയോഗിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അഥർവവേദത്തിൽ അഗ്നിയുടെ പ്രാധാന്യം പറയുകയാണ്. ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് ഊർജത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അഥർവവേദം അത് എടുത്തു പറയുന്നു. അല്ലാതെ അഥർവവേദം എന്ന് പറയുന്നത് എന്തെല്ലോ നിഗൂഢമായ കാര്യങ്ങളൊന്നും അല്ല. സയൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എൻജിനീയറിങ്, മെഡിസിൻ, ഇത്തരം വിഷയങ്ങളെല്ലാം അഥർവവേദത്തിലുള്ളത്. അപ്പം വായിച്ചാൽ അല്പം ഈ വിഷയങ്ങളിലെല്ലാം സയൻസ് വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കേ മനസ്സിലാവുകയുള്ളൂ. എല്ലാത്തവർ കുരുടൻ ആനയെ കണ്ട മാതിരി തപ്പി നോക്കിയിട്ട് എന്തല്ലോ പറയും. ആ നിലയിൽ അതിനെ കണ്ടാൽ മതി. അല്ലാതെ സാധാരണ സയൻസും ടെക്നോളജിയും, സയൻസ് എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, അത് പൂർണ്ണമായ തത്വം. ഇതതിൻ്റെ ആപ്ലിക്കേഷൻസ്, മെഡിസിന്, എൻജിനീയറിങ്, യോഗ, ജ്യോതിഷം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിലുള്ളത്. അപ്പം നമുക്ക് സൂക്തം 61 എന്താണ് പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുവാകം 6 സൂക്തം 61. ഋഷി അഥർവൻ ദേവത അഗ്നി ഛന്ദസ് അനുഷ്ടുപ്പ്. യദഗ്നേ തപസ്സ ഉപതപ്യാമഹേ തപ പ്രിയാ ശ്രുതസ്യ ഭൂയാസ്മായുഷ്യന്ത സുമേധസ അഗ്നേ ചപസ്തപ്യാമഹ ഉപതപ്യാമഹേ തപ ശ്രുതാനി ശൃണ്വന്തോ വയമായുഷ്മന്ത സുമേധസ. ഭാവാർത്ഥം: അല്ലയോ അഗ്നി, നിന്റെ കഴിവ് മനസ്സിലാക്കി നിന്നിലൂടെ ഞാൻ യജ്ഞം നടത്തുന്നു. അനുഷ്ഠിക്കുവാൻ പ്രയാസമായിട്ടുള്ള യജ്ഞങ്ങൾ ഞാൻ നിന്നെ സേവിച്ച് സമ്പന്നത നേടുന്നു. ഈ കർമ്മം അനുഷ്ഠിക്കുക വഴി എന്നിലെ ധാരണാശക്തി, വേദശാസ്ത്രാധ്യയനം, ദീർഘായുസ് എന്നിവ വർദ്ധിക്കുന്നു. നിന്നിലൂടെ എൻ്റെ ശരീരം ശുഷ്കമാക്കുന്നു. തപസ് ഞാൻ അനുഷ്ഠിക്കും. അതിലൂടെ ഞങ്ങൾ സ്തുതികൾ വഴി ധാരണാശക്തിയും സമ്പത്തും ദീർഘായുസ്സും നേടും. അഗ്നിയോട് പറയുകയാണ്, നിന്റെ കഴിവ് നോക്കിയിട്ട് നമ്മൾ യജ്ഞം നടത്തുന്നു. അഗ്നിയുടെ കഴിവ് എന്താണെന്ന് നോക്കിയിട്ട് യജ്ഞം നടത്തും. അഗ്നി എന്ന് പറഞ്ഞാൽ ചൂടായിട്ട് എടുക്കുക. ചൂടിന് എന്ത് ചെയ്യുന്നുണ്ട്? മത്സ്യത്തെ ഉണക്കാൻ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് മത്സ്യമോ അല്ല പപ്പടമോ എന്താണ് പരത്തിയിട്ട് ഉണക്കണ്ടിക്കൽ, അതെല്ലാം വെയിലത്ത് കൊണ്ടിട്ടാൽ മതി. ഇപ്പം പാവക്ക മുറിച്ചിട്ട് ഉണക്കണ്ടിക്കൽ വെയിലത്തിട്ടാൽ മതി. അഗ്നിയുടെ പ്രത്യേകത. അല്ല, നനഞ്ഞ തുണീനെ ഉണക്കണ്ടിക്ക് വെയിലത്തിട്ടാൽ മതി. അതിലെ ഈർപ്പത്തെ ബാഷ്പീകരിച്ച് കളയും. ചോറ് വേവിക്കാൻ പാത്രത്തിലിട്ട് വെള്ളത്തിൽ അരി ഇട്ടിട്ട് ചൂടാക്കിയാൽ മതി. അപ്പം അത് വേവിച്ച് തരും. ഇതെല്ലാം അഗ്നിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. ചിലത് ഫ്രൈ ആക്കിയിട്ട് തരും, ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ ചിക്കൻ പെരട്ട്, അല്ലെങ്കിൽ ചിക്കൻ കറി. ഇനി ഏതൊരു തരത്തിലും അഗ്നിയെ പലതരത്തിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുണ്ടല്ലോ KFCൻ്റെ, അത് അഗ്നി വേറൊരു തരത്തിൽ ഇതിങ്ങിട്ട് ഇങ്ങനെ പൊടിമാരിയായി, കുറച്ച് പൊടി മാരിയാണ്. അത്തരത്തിലെല്ലാം ചിക്കൻ ആക്കിയിട്ട് തരും. അപ്പോൾ അഗ്നിയുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് നിന്നിലൂടെ യജ്ഞം നടത്തുന്നു. നമ്മൾ പലതരം യജ്ഞം നടത്തുകയാണ്. ചപ്പാത്തിയായിട്ട് ചൂടും, ദോശയാക്കി ചൂടും, പലതരത്തിൽ പുട്ടാക്കിയിട്ടെടുക്കും. ഇതെല്ലാം അഗ്നീൻ്റെ ഊർജത്തിൻ്റെ സഹായത്താലാണ്, അതിൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ടാണ്.
അനുഷ്ഠിക്കാൻ പ്രയാസമായ യജ്ഞങ്ങൾ ഞാൻ നിന്നെ സേവിച്ചിട്ട് സമ്പന്നത നേടും. അനുഷ്ഠിക്കാൻ പ്രയാസമായ യജ്ഞങ്ങൾ, ഇരുമ്പടിച്ച് പരത്തിയിട്ട് കൊടുവാളുണ്ടാക്കാൻ വലിയ പാടാണ്. സാധാരണ ഇലയിൽ അടിച്ച് പരത്തി കൊടുവാളാക്കുക എന്നതും പാടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അഗ്നിയുടെ സഹായത്താൽ ചൂടാക്കിയിട്ട് സ്വർണ്ണയെല്ലാം കണ്ടിട്ടില്ല, ഉരുക്കിയിട്ടെല്ലാം എന്തെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു. അത് നിഷ്പ്രയാസം ചെയ്യാം. നല്ലോണം ചൂടാക്കിയതിൻ്റെ ശേഷം അടിച്ചാൽ പെട്ടെന്ന് പരന്ന് കിട്ടും. അപ്പം അനുഷ്ഠിക്കാൻ പ്രയാസമായ യജ്ഞങ്ങൾ ഞാൻ നിന്നെ സേവിച്ചിട്ട് സമ്പന്നത നേടും. അപ്പം കൊടുവാളെല്ലാം ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. ഈ കർമ്മം അനുഷ്ഠിക്കുക വഴി എന്നിലെ ധാരണാശക്തി, വേദശാസ്ത്ര അധ്യയനം, ദീർഘായുസ് എന്നിവ വർദ്ധിക്കുന്നു. എൻ്റെ ധാരണാശക്തി വർദ്ധിക്കും, വേദശാസ്ത്രങ്ങളിലുള്ള ജ്ഞാനം നേടും. വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ്, അല്ലെ മോഡേൺ സയൻസ് ഒന്നും പറയാം, എല്ലാം സയൻസ് തന്നെ. ഇതിലുള്ള പുതിയ സയൻസ് പഠിക്കാനുള്ള പ്രേരണ കിട്ടും, ദീർഘായുസ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആയുസ്സെല്ലാം പുതിയ മരുന്നുകളെല്ലാം ഉണ്ടാക്കിയിട്ട് ആയുസ്സെല്ലാം വർദ്ധിപ്പിച്ചെടുക്കാം. നിന്നിലൂടെ എൻ്റെ ശരീരം ശുഷ്കമാകുന്ന തപസ് ഞാൻ അനുഷ്ഠിക്കും. തപസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സും ശരീരവും എല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഊർജത്തിൻ്റെ സഹായത്താൽ ഇനി പുതിയ സംഗതികൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നെല്ലാം ഞാൻ ഗാഠമായിട്ട് അന്വേഷിച്ച്, അങ്ങനെയാണ് നമ്മളെ റോക്കറ്റെല്ലാം ഉണ്ടാക്കിയിട്ടങ്ങ് മുകളിൽ പോകുന്നത്. ഇരുന്നാലോചിച്ചിട്ട് എങ്ങനെ മുകളിലേക്ക് എത്താം. അപ്പോൾ അഗ്നി നമ്മളെ സഹായിക്കും. എങ്ങനെ? ന്യൂട്ടൻ്റെ തേർഡിലോ അതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് മുകളിൽ പോകും. അപ്പോൾ അതിന് തപസ് ചെയ്യും. തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വേറെ എന്തോ അതൊന്നുമല്ല. നമ്മളെ മനസ്സും ശരീരമെല്ലാം ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി, ഗവേഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം തപസ്സായിട്ടെടുക്കാം. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അഗ്നിയുടെ സഹായത്താൽ. അതിലൂടെ ഞങ്ങൾ സ്തുതികൾ വഴി ധാരണാശക്തിയും സമ്പത്തും ദീർഘായുസ്, സ്തുതികൾ വഴി പുതിയ ശാസ്ത്രതത്വങ്ങൾ, സ്തുതികൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, വേദങ്ങളിൽ എല്ലാ സയൻസ് തത്വവും ഉണ്ട്, അല്ലെ മോഡേൺ സയൻസ്. പുതിയ ശാസ്ത്രതത്വങ്ങൾ കണ്ടെത്തിയിട്ട് ധാരണാശക്തിയും സമ്പത്തും ദീർഘായുസ്സും എല്ലാം നേടും. ഇനി സൂക്തം 62 ഒരു പ്രത്യേക വിഭാഗം അഗ്നിയെപ്പറ്റി പറയുകയാണ്. ഇത് ജനറലായ എല്ലാ അഗ്നിയും പെടും. അത് വൈദ്യുതിയാകാം, ഇതുവരെ പറഞ്ഞത് വൈദ്യുതിയാകാം, സാധാരണ അഗ്നിയാകാം, എന്തുവാകാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആകാം, എന്തുവാകാം. ഇവിടെ വേറൊരു അഗ്നിയെപ്പറ്റി, ഒരു പ്രത്യേകതരം അഗ്നിയെപ്പറ്റിയാണ് 62 പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 62. ഋഷി മരീചി കശ്യപൻ ദേവത അഗ്നി ഛന്ദസ് ജഗതി അയമഗ്നി സത്പതി വൃദ്ധ വൃഷ്ണോ രഥീവ പത്തീന ജയത് പുരോഹിത നാഭാ പൃഥിവ്യാം നീതോ ദേവിദ്യുതഭതസ്പദം കൃണുതാം യേ പൃതന്യവ. ഭാവാർത്ഥം: ഈ ഗാർഹികപത്യാഗ്നി വർദ്ധിച്ച ശക്തിയുള്ളതാണ്. ഹവിസ് വഴി അവൻ ദേവതകളെ പരിപാലിക്കുന്നു. അവൻ വിശ്വത്തിന്റെ സ്വാമിയായ ഋത്തുക്കളുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. രഥത്തോടുകൂടിയ പുരുഷൻ പ്രജകളെ സ്വാധീനിക്കുന്ന പോലെ അഗ്നി പ്രജകളെ സ്വാധീനിക്കുന്നു. ശ്രേഷ്ഠ വേദികളിൽ സ്ഥാപിച്ച അഗ്നി ശത്രുക്കളെ എന്റെ കീഴിലാക്കുന്നു. ഇവിടെ ഗാർഹ്യപത്യാഗ്നിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഗാർഹ്യപത്യാഗ്നി വർദ്ധിച്ച ശക്തിയുള്ളതാണ്. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന അഗ്നി, ഗൃഹസ്ഥന്മാർ വീട്ടിൽ ഉപയോഗിക്കുന്ന അഗ്നിയെല്ലാമാണ് ഈ കാറ്റഗറി. അതേതാണ്? സാധാരണ നിലയിൽ നമ്മൾ കത്തിക്കുന്ന അഗ്നി, ചോറ് വെക്കാൻ, മറ്റുള്ളതിനല്ല. ഇന്ന് വീട്ടിൽ ഉപയോഗിക്കുന്നത് വൈദ്യുതിയായിട്ടുണ്ട്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്തരത്തിലാണ്, സാധാരണ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന അഗ്നിയാണ്. ആ അഗ്നി സാധാരണ അഗ്നി വർദ്ധിച്ച ശക്തിയുള്ളതാണ്. അത് എന്തെല്ലാം നമുക്ക് ശക്തി സാധിപ്പിച്ച് തരുന്നുണ്ട്. അരി, ഹാർഡായ അരി നല്ല പദമാക്കി തരും, ചിലപ്പം പായസം അരി ആക്കി തരും.
അപ്പോൾ എന്തെല്ലാം നമുക്ക് സാധിപ്പിച്ചു തരുന്നുണ്ട് അഗ്നി? ഹവിസ് വഴി അവൻ ദേവതയെ പരിപാലിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഹവിസ് വഴി ദേവതയെ, നമ്മൾ കൊടുക്കുന്ന ഹവിസാണ്. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അഗ്നിക്ക് നമ്മൾ എന്താണ് കൊടുക്കുക? അരിയും വെള്ളവും കൊടുക്കുക. അത് ഹവിസുകളാണ്, ഇൻപുട്സ്. അവയെ എന്താക്കി തരും? ദേവതകളെ പരിപാലിക്കുന്നു. ആ അരിയിനെ പരിപാലിച്ചിട്ട് ഉയർന്ന നിലയിലുള്ള ചോറാക്കി തരും. അരി ഒരു ദേവതയാണ്, പക്ഷേ ചോറാകുമ്പോൾ അത് വിലയുള്ള ദേവതയായി. അപ്പം ദേവതകളെ പരിപാലിക്കുന്നു. അതിനെ പുതിയ രൂപത്തിലേക്ക് മാറ്റി വെച്ച് വില കുറഞ്ഞ സാധനത്തെ അഗ്നി ഉപയോഗിച്ചിട്ട് വിലയുള്ള സാധനങ്ങളാക്കി നമുക്ക് മാറ്റാം. അവൻ വിശ്വത്തിൻ്റെ സ്വാമിയായി ഋത്തിക്കുകളുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വത്തിൻ്റെ സ്വാമി എന്ന് പറഞ്ഞാൽ വിശ്വത്തിന് ഇവിടെ പ്രപഞ്ച സൃഷ്ടിക്ക് എല്ലാം നടത്തുന്നതിൻ്റെ പിന്നിൽ നേതൃത്വം എടുക്കുന്നതിനാണ് ഋത്തിക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പം ചോറ് വെക്കുന്നത്, ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിലെ കുക്ക്, പാചകക്കാർ, അവരെല്ലാം ഇതിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്തവരാണ്. അല്ലെങ്കിൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സ്, ഇതെല്ലാം ഋത്തിക്കുകളാണ്. ശാസ്ത്രം പഠിച്ചിട്ട് കർമ്മം ചെയ്യുന്നവരെ ഋത്തിക്കുകളായിട്ട് എടുക്കുക. അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷങ്ങളെ ഋത്തിക്കുകളായിട്ട് എടുക്കാം. അവരുടെ മുമ്പിലാണ് അഗ്നി വെക്കുന്നത്. ഇപ്പോൾ ഒരു പാചകക്കാരൻ്റെ മുമ്പിലാണ് അഗ്നി ഉള്ളത്. പാചകക്കാരൻ്റെ മുമ്പിൽ പാത്രത്തിൽ വെള്ളവും അരിയെല്ലാം ഇട്ടിട്ട് അഗ്നി കൊടുക്കും. അപ്പം യജ്ഞം ചെയ്യുന്നവരുടെ മുൻപിലാണ് അഗ്നി സ്ഥാപിച്ചിരിക്കുന്നത്. രഥത്തോടു കൂടിയ പുരുഷൻ പ്രജകളെ സ്വാധീനിക്കുന്നു. രഥമുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ പ്രജകളുടെ അടുത്തേക്കും അവന് യഥേഷ്ടം എത്തിച്ചേരാൻ പറ്റും. അതുപോലെ അഗ്നി പ്രജകളെ സ്വാധീനിക്കുന്നു. അഗ്നി എങ്ങനെയാണ് പ്രജകളെ സ്വാധീനിക്കുന്നത്? അഗ്നി ഉപയോഗിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത്. അഗ്നി പ്രജകളെ കർമ്മങ്ങൾ ചെയ്ത് ലോകം പുരോഗമിക്കുന്നതിന് അവരെ നയിച്ചു കൊണ്ടുപോകുന്നത് അഗ്നി തന്നെയാണ്. ഊർജം ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് നമ്മൾ നാട്ടിൽ പുരോഗതികൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ലോകത്തെ മുന്നോട്ടേക്ക്, പ്രജകളെ മുഴുവൻ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ഈ അഗ്നി. ശ്രേഷ്ഠ വേദികളിൽ സ്ഥാപിച്ച അഗ്നി ശത്രുക്കളെ എൻ്റെ കാൽ കീഴിലാക്കുന്നു. ഈ ശ്രേഷ്ഠ വേദികളിൽ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അതാത് വേദികളിൽ നമ്മൾ അഗ്നിയെ സ്ഥാപിക്കും. ശത്രു എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ശത്രുവാണെന്നില്ല. ഒരു വീട്ടിലേക്ക് ശത്രു വരുന്നത് അതും ശത്രു തന്നെ. ഏതെങ്കിലും ശത്രുക്കൾ നമ്മളെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ തടുത്തു നിർത്തും. വല്ല കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്നതാണ് പോകുന്നത്. അത് അതിനും ശക്തി വേണ്ട, ഊർജം വേണം. ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല ശത്രുക്കൾ. വീട്ടിലുള്ള പ്രധാന ശത്രുക്കൾ എന്താണ്? നമ്മളെ വിശപ്പ്, ദാഹം, കഷ്ടപ്പാട്, ഇതെല്ലാം മാറ്റണ്ടെങ്കിൽ എന്ത് തന്നെ വേണം? അഗ്നി വേണം. വിശപ്പുണ്ടെങ്കിൽ ചോറുണ്ടാക്കിയിട്ട് കഴിക്കണം. ദാഹമുള്ളെങ്കിൽ വെള്ളം എടുത്തിട്ട് കഴിക്കണം. ഇതിനെല്ലാം അഗ്നി ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി കുടിക്കും, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കും, മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കും. ഇതിനെല്ലാം അഗ്നി ആവശ്യമാണ്. അപ്പം വീട്ടിലിങ്ങനെ നമ്മുടെ ശത്രുത എന്ന് പറഞ്ഞാൽ നമുക്കെന്തെല്ലാമാണോ തടസ്സമായി തീരുന്നത്. ഇപ്പം വീട്ടിൽ ഭയങ്കര തണുപ്പാണ്, മഞ്ഞ്, തണുപ്പ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ തീ കൂട്ടിയിട്ട് ചൂട് കായും. അപ്പോൾ അവിടെ ശത്രു എന്താണ്? തണുപ്പ് നമ്മളെ ശത്രുവാണ്. അങ്ങനെ എന്തും ശത്രു എന്ന് പറഞ്ഞാൽ ഇന്നൊന്നുമില്ല. നമുക്ക് ദോഷമായി തീരുന്നതിനെല്ലാം വേദത്തിൽ ശത്രുക്കൾ, അസുരന്മാർ, ദുഷ്ടന്മാർ എന്നെല്ലാം പറയും. ഇവരെയെല്ലാം നമ്മളെ കീഴിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഊർജം ഉണ്ടെങ്കിൽ